മലപ്പുറം നിലമ്പൂരിൽ 4 ദിവസം മുമ്പ് ഒരു സംഭവമുണ്ടായി. നിലമ്പൂർ സ്വദേശിനിയായ സെമീന അവിടെ അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ വരികയും വൈകിട്ട് സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. 6 മണിയോടുകൂടി ഈ സ്ത്രീ ആ ക്ലിനിക്കിൽ വരുന്നു. അപ്പോൾ അവിടെ ഒരു കുട്ടിയെയും കൊണ്ട് കുട്ടിയുടെ മാതാപിതാക്കൾ അവിടെ കാണിക്കാനായിട്ട് വരുന്നു ആ ക്ലിനിക്കിൽ. ആ കുട്ടി അവിടെ ഓടി കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ സെമീന എന്ന് പറയുന്ന സ്ത്രീ ഇങ്ങോട്ട് ഓടി വന്നിട്ട് കളിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടിയെ എടുക്കുകയും പിന്നെ ഓടുമ്പോൾ അതിൻ്റെ കൂടെ ഓടുകയും അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോഴീ മാതാപിതാക്കൾക്ക് സംശയം ഉണ്ടായിരുന്നു, ഇതെന്തിന് ഈ സ്ത്രീ വന്ന ഉടനെ ഇങ്ങനെ ഈ കുട്ടിയുടെ പിന്നാലെ പോകുന്നു എന്നുള്ളത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് സംഭവം മനസ്സിലായത്. കുട്ടിയുടെ മാല ഈ സെമീന എന്ന് പറയുന്ന കള്ളി പൊട്ടിച്ചെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ കഴുത്തിൽ മാലയില്ല. അപ്പോഴീ ഈ സ്ത്രീ അവർക്ക് സംശയം ഉണ്ടായി. ഇവർ ചോദിക്കുന്നു, ഈ സ്ത്രീ പെട്ടെന്ന് മാല അങ്ങ് വിഴുങ്ങി. അതാണ് അവിടെ നടന്നത്. അപ്പം നമുക്ക് ആ ന്യൂസ് ഒന്ന് കേൾക്കാം. മോഷ്ടിച്ച സ്വർണ്ണമാല പ്രതിയായ യുവതി വിഴുങ്ങിയതിനെ തുടർന്ന് പുലിവാല് പിടിച്ച് പോലീസ്. മാലമോഷണത്തിന് പിന്നാലെ തൊണ്ടി മുതലും ദൃസാക്ഷിയും എന്ന സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള രംഗങ്ങളാണ് മലപ്പുറം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ 2 ദിവസമായി തുടരുന്നത്. നിലമ്പൂർ ആശുപത്രി റോഡിലെ ക്ലിനിക്കിൽ വെച്ചാണ് ദമ്പതികൾക്കൊപ്പം എത്തിയ കുഞ്ഞിന്റെ സ്വർണ്ണമാല നഷ്ടമായത്. ഈ സമയത്ത് ക്ലിനിക്കിൽ വെച്ച് കുഞ്ഞിനെ താലോലിച്ച മുക്കട്ട് സ്വദേശി സമീനയാണ് കയ്യോടെ പിടിയിലായത്. എക്സ്റേ പരിശോധനയിൽ സമീനയുടെ വയറ്റിൽ സ്വർണ്ണമാല കണ്ടതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇവർക്ക് സംശയം തോന്നിയിട്ട് ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. ഇവരെ സ്റ്റേഷനിൽ ഹാജരാക്കി. അപ്പോൾ എന്നിട്ട് ഇവരെ കൊണ്ടുപോയി എക്സ്റേ എടുത്തപ്പോൾ ഇവർ ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല. ഈ സ്ത്രീ സമ്മതിക്കണേ ഇല്ല. പെട്ടെന്ന് ഇവരിങ്ങനെ കുട്ടിയുടെ മാല കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഒളിച്ചു വെക്കാനുള്ളൊരു സ്ഥലം ഇവർ കണ്ടെത്തിയില്ല. പെട്ടെന്ന് അങ്ങ് വിഴുങ്ങുകയാണ് ചെയ്തത്. എക്സ്റേ എടുത്തപ്പോഴോ മാല കിടക്കുന്നു. പിന്നെ പോരെങ്കിൽ ഒരു ജോടി കമ്മലും കൂടെ ഉണ്ട് ഇവരെ വയറിനകത്ത്. ഇതൊക്കെ എവിടെ നിന്ന് എടുത്ത് വിഴുങ്ങണതാണെന്തോ. അപ്പോൾ ഈ മാല എങ്ങനെയെങ്കിലും ഇനി എടുക്കണമല്ലോ. എന്താണ് ഒരു വഴി? അപ്പോൾ കുട്ടിയുടെ ഉമ്മ പറയുന്ന കാര്യങ്ങളാണത്. മോളെ എടുത്താണ്ട് ഇവരാണ് ഓടിയതാണ്. ഓടിങ്ങനെ നമ്മൾ പെട്ടെന്ന് പിന്നാലെ ഓടി ചെന്നപ്പോത്തിന് ഇവര് മാല എടുത്തിട്ടുണ്ട്. അങ്ങനെ പോലീസുകാർ വന്ന് എക്സ്റേ എടുത്തിട്ടാണ് ഇവര് വീങ്ങിയത് അറിഞ്ഞത്. പരിശോധനയിൽ മാല വയറ്റിലുണ്ടെന്ന് ബോധ്യമായെങ്കിലും സമീന പോലീസ് ഉദ്യോഗസ്ഥരോടും കുഞ്ഞിന്റെ കുടുംബത്തോടും പരമാവധി ചെറുത്തു നിന്നു. തള്ളച്ചി സമ്മതിക്കണില്ല. തള്ളച്ചിയെ പോലീസ് സ്റ്റേഷനിലാക്കി. പ്രത്യേക ഒരു റൂമൊക്കെ തള്ളച്ചിക്ക് വേണ്ടിയിട്ട് ആക്കി. ഒരു റൂമിലാണ് ആക്കിയത്. ടോയ്ലറ്റിൽ പോകാൻ പറ്റൂല. ടോയ്ലറ്റിൽ പോയാൽ മാല പോകൂലേ. നോക്കുമ്പോൾ ഒരു ജോടി കമ്മലും ഉണ്ട്. ഈ സ്ഥിര കള്ളിയാണെന്ന് ഇതിൽ വെച്ച് പറയുന്നത് സെമീന. അങ്ങനെയുള്ള സമീനമാർ ഒരുപാട് പേരുണ്ട്. സമീന കള്ളി കാണാം. സമീനയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം മാല വീണ്ടെടുക്കാനുള്ള കാത്തിരിപ്പ് തുടരുകയായിരുന്നു പോലീസ്. 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ കാവൽ മുഴുവൻ സമയത്തും. പോലീസന്മാരെല്ലാവരും ഇവർക്ക് വേണ്ടി കാവലിരുന്നു. ഇവർക്ക് ഇനിമ വെച്ചിട്ട് പോലും സാധാരണ പ്രസവത്തിന് മുമ്പാണ് ഇനിമ വെക്കണത്. ഇനിമ വെച്ച് വയറ് കഴുകി കളയണത്. ഇത് ഇനിമ വെച്ചിട്ട് പോലും ഈ സ്ത്രീക്ക് പോണില്ല. പിന്നെ എന്തോന്ന് ചെയ്യണത്? 4 ദിവസം വരെ ഇന്നത്തേക്ക് 5 ദിവസമായി. 4 ദിവസം ഇന്നലെ വരെ ആയിട്ട് പോലും ഇവർക്ക് വയറ്റിൽ നിന്നൊന്നും പോകുന്നില്ല. ഈ സ്ത്രീ മനഃപൂർവ്വം പോകുന്നില്ല. സ്ത്രീ ആഹാരം കഴിക്കുന്നില്ല. മാല വീണ്ടെടുക്കൂലേ അത് ഉദ്ദേശിച്ച്. അങ്ങനെ പോലീസന്മാരെ ഒരു അവസ്ഥയെ. പിന്നെ വനിതാ പോലീസിനെ 2 പേരെ ഇടവും വലവും നിർത്തി ഇവരെ മദ്യത്തും ഇരുത്തിയിട്ട് സത്യം പറഞ്ഞാൽ ടോയ്ലറ്റിൽ അവരെ വിടൂലായിരുന്നു. ഡൈപ്പറൊക്കെ വെച്ച് ഈ സ്ത്രീയെ റൂമിനകത്ത് തന്നെ ഇരുത്തി. ഇനിമ വെച്ചിട്ട് പോലും അവരെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. കോമഡി. പ്രതിക്കേർപ്പെടുത്തി. ഭക്ഷണം കഴിക്കൂല, മരുന്ന് കയറ്റാൻ സമ്മതിക്കൂല. ഭയങ്കര വയലന്റ് ആയിട്ടായിരുന്നു നമ്മളോട് പെരുമാറിയിരുന്നത്. വയറ്റിലുള്ള മാല പുറത്തെടുക്കാൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് മരുന്ന് നൽകിയെങ്കിലും ഫലിച്ചില്ല. ചുരുക്കി പറഞ്ഞാൽ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലെ മരുന്ന് കൊടുത്തിട്ട് പോലും ഇവർക്ക് ഉള്ളിൽ നിന്ന് പോകുന്നില്ല. എന്തേലും ചെയ്തിട്ടും പോകുന്നില്ല. ഇത് വല്ലാത്തൊരു ഗതികേടായിപ്പോയി. അപ്പൊ ഇതിന് ശേഷം ഈ സ്ത്രീക്ക് കാവലിരിക്കണം. ആ വനിതാ പോലീസിനെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം. അവരില്ല എന്തോ കാട്ടിയിരിക്കും കണക്കാണ്. കൈ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പം കിട്ടും പിന്നെ കിട്ടും. ഉറക്കവും ഇല്ല. 3-4 ദിവസം കൊണ്ട് ഈ പോലീസന്മാർക്ക് ഉറക്കവും ഇല്ല. ഈ ഒരു റൂമിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നടക്കട്ട് എന്ന് വിചാരിച്ചും കൊണ്ട് ഈ റൂമിനകത്ത് തന്നെ
ഈ സ്ത്രീയെ അവിടെ തന്നെയായിരുന്നു, ഈ ഒരു റൂമിലാക്കിയിരുന്നു. എന്നിട്ട് ഡൈപ്പറും വെച്ച് കൊടുത്തിട്ട് പോലും ഒരു ഇത് ഉണ്ടായില്ല. 5-ാമത്തെ ദിവസം ഒരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ട്. സ്വർണമാല മോഷ്ടിച്ചു വിഴുങ്ങിയ കേസിൽ അടിമുടി നാടകീയത. സ്വർണം വീണ്ടെടുക്കാൻ പോലീസ് കാത്തിരിക്കുന്നതിനിടെ ഇന്നലെ ശുചിമുറിയിൽ വെച്ച് മാല പുറത്തു വന്നു. എന്നാൽ തുണ്ടി മുതൽ കിട്ടാതിരിക്കാൻ ക്ലോസറ്റിലേക്ക് പ്രതി അത് ഒഴുക്കിക്കളഞ്ഞു. ഈ പോലീസന്മാർ കണ്ടില്ലേ, ഈ സ്ത്രീയെ അതുവരെ റൂമിനകത്താണല്ലോ വെച്ച് ഇപ്പം കിട്ടും പിന്നെ കിട്ടുമെന്നും പറഞ്ഞ് ഇങ്ങനെ കൈ കാട്ടി നടന്നത്. എന്നിട്ട് ടോയ്ലറ്റിൽ ഈ സ്ത്രീയെ എന്തിനു വിട്ടു? ഇതോടെ മാല വീണ്ടെടുക്കാനുള്ള ശ്രമം അവതാളത്തിലായി. ആലോചിച്ച് നോക്കൂ, ഒരു മാലയും കമ്മലും വയറ്റിലുണ്ടെന്ന് എക്സ്റേ ഫിലിമിൽ തെളിഞ്ഞു. ആ സ്ത്രീക്ക് വേണ്ടി കാവലിരിക്കുകയാണ്. ശസ്ത്രക്രിയ പാടില്ല, വയറ്റിൽ നിന്ന് സ്വാഭാവികമായി ഇത് പുറത്തു വരും. ശസ്ത്രക്രിയ ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർമാർ തന്നെ പറഞ്ഞു, ശസ്ത്രക്രിയ ചെയ്യൂല എന്ന്. അങ്ങനെ പുറത്തു വന്നു. പക്ഷെ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. സുഹൈൽ അഹമ്മദ് വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. ഇന്ന് 5-ാമത്തെ ദിവസം രാവിലെ ഉറക്കം കഴിച്ച് ഈ സ്ത്രീയുടെ മാല കിട്ടിയ, ഈ സ്ത്രീയുടെ വയറ്റിനകത്തുനിന്ന് മാല എടുത്തോ, ഈ സംഭവം ഇത് വെളിയിൽ വന്നപ്പോൾ ചെതഞ്ഞെടുത്തോ എന്നൊക്കെ ആലോചിച്ച് ചെന്ന് ന്യൂസ് കണ്ടപ്പോൾ ഇതാണ് രംഗം. സംഭവം കിട്ടിയില്ല കേട്ടാ. സംഭവം ഈ സ്ത്രീ ടോയ്ലറ്റിൽ ഓടിപ്പോയി, ഡൈപ്പറൊക്കെ മുങ്ങിപ്പോയി. ഇത് കഥയാണോ കെട്ടുകഥയാണോ നാടകമാണോ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. 2 വനിതാ പോലീസുകാരികളെ കാവൽ നിർത്തി ഈ സ്ത്രീയുടെ വയറ്റിൽ നിന്നും മാല പുറത്തേക്ക് വരുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു. അവർക്കൊരു ഡയപ്പറും വെച്ചിരുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. സാക്ഷികളായി ഈ തൊണ്ടിമുതലിലെ ദൃക്സാക്ഷികളാവാൻ വേണ്ടി കഴിഞ്ഞ 5 ദിവസമായി 2 പോലീസുകാർ ഈ പ്രതിയോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിൽക്കുകയായിരുന്നു. അവരെ നിരീക്ഷിക്കുകയായിരുന്നു. പല വസ്തുക്കൾ ഉപയോഗിച്ചും വയറൊക്കെ ഇളക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം രാത്രി അവർ ശുചിമുറിയിൽ പോയ സമയത്ത് ഈ സ്വർണ്ണമാല പുറത്തേക്ക് വന്ന സമയത്ത് ഈ മാലിന്യം ദേഹത്തേക്ക് എറിയുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ഇത് സംഭവം എവിടെ ഉള്ളിൽ നിന്ന് വന്ന ഈ സാധനം അത്രയും കൂടെ ഡൈപ്പറിൽ നിന്ന് അളിച്ചെടുത്തിട്ട് പോലീസന്മാരെ മണ്ടയ്ക്ക് എറിയോന്ന് എവള് പറഞ്ഞ് വാരി വെച്ചോണ്ട് നിൽക്കുകയാണ്. എൻ്റെ അടുത്തോട്ട് വന്നാൽ എറിയും. അങ്ങനെ അവർ വിചാരിച്ച് എന്നാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും ടോയ്ലറ്റിൽ പോട്ടെന്ന് വിചാരിച്ചായിരിക്കും. സംഭവം ടോയ്ലറ്റിൽ തന്നെ പോയി, അതങ്ങ് പോയി കേട്ടാ. ഇപ്പം തൊണ്ടി മുതലും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. അതിനിടയിൽ നൊടിയിടയിൽ ഇത് ക്ലോസറ്റിലേക്ക് ഒഴുക്കി കളയുകയാണ് ചെയ്തത്. കാരണം ഈ മോഷണം തെളിയിക്കണമെങ്കിൽ സ്വാഭാവികമായും ആ തൊണ്ടി മുതൽ കയ്യിൽ കിട്ടണമായിരുന്നു. അത് കിട്ടിയില്ല. ആ തൊണ്ടി മുതൽ നശിപ്പിച്ചു. എന്തായാലും നിലവിൽ തൊണ്ടി മുതൽ നശിപ്പിച്ചു എന്നൊരു കുറ്റവും പോലീസുകാരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നൊരു കുറ്റവും ഈ പോലീസുമാരെ ജോലി തടസ്സപ്പെടുത്തി. ഇന്ന് 4-5 ദിവസം കൊണ്ടാണ് ഇരിക്കുന്നത്. 4 ദിവസം പൂർത്തിയായിട്ടും കിട്ടിയില്ല. ഈ രാത്രിയിലും സാധാരണ ഒരു ദിവസവും രാവിലെ ടോയ്ലറ്റിൽ പോവാത്തവർ കാണോ? ഈ സ്ത്രീ പോകൂല. ഈ സ്ത്രീ അങ്ങനെ ആഹാരവും കഴിക്കൂല. പിന്നെ എങ്ങനെയെങ്കിലും ഇത് പോണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മരുന്ന് കൊടുത്തു. ഒരു വിധത്തിൽ മരുന്ന് ഇറക്കൂല എങ്കിലും കുത്തിയൊക്കെ അങ്ങോട്ട് ഇറക്കി കൊടുത്ത് പിന്നെ ഇനിമ വെച്ച് നോക്കി, എന്നിട്ടും രക്ഷയില്ല. ഇതൊന്നും പോകുന്നില്ല. പിന്നെ അവസാനം ഡൈപ്പറൊക്കെ കുത്തിക്കയറ്റിയൊക്കെ വെച്ച് കൊടുത്തു. ആ ഡൈപ്പറിൽ അവസാനം ഇന്നായപ്പോൾ 5-ൻ്റെ അന്നായപ്പോൾ ഡൈപ്പർ കൊണ്ട് മുങ്ങിയപ്പോൾ ഇതെല്ലാം കൂടെ വാരി പോലീസന്മാരെ മോന്തയ്ക്കും തലയിലും ഒക്കെ എറിയുമെന്നും പറഞ്ഞും കൊണ്ട് അവൾ അടുത്തോട്ട് വരരുത് എറിയത്. ഈ സ്ത്രീയെ നീ പോയി ചാവടി. മീനക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇതൊരു 6 ദിവസം മുമ്പാണ് ഈ മോഷണം നടക്കുന്നത്. ആശുപത്രിയിൽ വന്ന ഒരു കുട്ടിയെ ലാളിച്ച് അവരുടെ കഴുത്തിലുള്ള സ്വർണ്ണമാല കവർന്നെടുക്കുക. ഇപ്പോൾ പെട്ടെന്ന് വയറ്റിലിട്ട് വിഴുങ്ങുകയാണ്. തൊട്ടു പിന്നാലെ എക്സ്റേ എടുത്തപ്പോഴാണ് അതിൽ മാല കണ്ടത്. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി എടുത്തപ്പോൾ അതിലൊരു കമ്മൽ കൂടെ കണ്ടു. ഇത് എവിടെ നിന്ന് മോഷ്ടിച്ചു എന്ന് ആ സ്ത്രീ വ്യക്തമാക്കിയില്ല. അപ്പൊ ഈ കമ്മലിന്റെ കാര്യം ഇനിയിപ്പോ തെളിവില്ല. അവര് ടോയ്ലറ്റിനകത്ത് ഇത് ഒഴുക്കി കളഞ്ഞ് എല്ലാം കൊണ്ടുവന്ന് അതിനകത്ത് ഇട്ട് കഴിഞ്ഞ് കാത്തിരുന്ന വനിതാ പോലീസന്മാരെ കാര്യമൊക്കെ ഒരു വല്ലാത്ത ഗതികേടായിപ്പോയി. അവർക്ക് അവസാനം നാറ്റം കാരണം അവരെയൊക്കെ അവസ്ഥ പറയണ്ട. തൊണ്ടി മുതൽ പുറത്തേക്ക് വന്നതും എന്നാൽ അത് പോലീസിന് വീണ്ടെടുക്കാൻ കഴിയാത്ത വിധത്തിൽ അത് അവതാളത്തിലാക്കിയത് അല്ലെങ്കിൽ ക്ലോസറ്റിലേക്ക് ഒഴുക്കിക്കളയുകയും ചെയ്തത്. തൊട്ടു പിന്നാലെ മറ്റ് നിവൃത്തിയില്ലാതെ ഇന്നലെ രാത്രി തന്നെ നിലമ്പൂർ കോടതിയിൽ പ്രതിയെ ഹാജരാക്കി. തൊണ്ടി മുതൽ നശിപ്പിച്ചതും അതോടൊപ്പം തന്നെ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ കൂടെ ചുമത്തി അവരെ
പോലീസിൻ്റെ കൃത്യനിർവഹണം, അവർക്ക് ഒരുപാട് ജോലികൾ, അവർക്ക് പല പല കേസുകളല്ലേ. അപ്പോൾ അതിനൊന്നിനും ചെയ്യാൻ വയ്യാതെ ഈ പോലീസന്മാരെല്ലാവരും കാവലും ഇരുന്ന്, ഈ വനിതാ പോലീസന്മാർ ഇവക്ക് അപ്പുറവും ഇപ്പുറവും കൂട്ടും ഇരുന്ന്, എന്നിട്ട് അവസാനം തൊണ്ടി മുതൽ കിട്ടിയതുമില്ല. എവള് ടോയ്ലറ്റിൽ കൊണ്ട് എറിയുകയും ചെയ്ത് അവളാ ഉള്ളിൽ നിന്ന് വന്ന എല്ലാം കൂടെ വാരി പോലീസിൻ്റെ മണ്ടയിൽ എറിയുമെന്നൊക്കെ പറഞ്ഞ്, അതുകൊണ്ട് പോലീസന്മാരെ അടുത്തില്ല അവളടുത്തോട്ട്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒന്നുമില്ല. എവിടെ കോടതിയിൽ ഹാജരാക്കി തൊണ്ടി മുതൽ കിട്ടിയില്ല. രാവിലെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഒന്നും തോന്നരുത്. കാരണം ഈ സ്ത്രീയുടെ വയറ്റിൽ നിന്ന് സ്വാഭാവികമായിട്ട് പുറത്തു വരണം, ശസ്ത്രക്രിയ ഒഴിവാക്കാൻ വേണ്ടിയിരുന്നു. അപ്പൊ ഡയപ്പറും വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് എടുത്തു ചോദിക്കാൻ കാരണം, ഡയപ്പറിൽ ഇത് വന്നു, ഇത് ഈ പോലീസുകാരികൾക്ക് നേരെ എറിയുമെന്ന് പറയുമ്പോൾ ആരാലും ഭയന്നു പോകും, സംശയമില്ല. പക്ഷെ ഞൊടിയിടയിൽ ഇത് ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്യുക, ഡയപ്പർ ഉൾപ്പെടെ, അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ സംശയം കൊണ്ട് ചോദിച്ചു. ഡയപ്പർ ഉൾപ്പെടെ അതിൽ നിന്ന് വാരിക്കൊണ്ട് ഈ സ്ത്രീ എറിയോന്ന് പറഞ്ഞിട്ട് ക്ലോസറ്റിൽ അങ്ങ് ഇടണേ ചെയ്ത്, എന്നിട്ട് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്ത്. എങ്ങനെയുണ്ട്? പഠിച്ച കള്ളി തന്നെ. അപ്പം ഇവള് ഇന്നും ഇന്നലെയും തുടങ്ങിയ കള്ളമല്ല, കള്ളി സെമീന. കുറെ നാളുകൊണ്ട് ഇവള് മോഷണത്തിന് ഒരുങ്ങിയിട്ടുള്ളതാണ്. അതിനെ വീണ്ടെടുക്കാൻ ഒരു സാധ്യതയില്ലല്ലേ? ഈ 3.5 ഗ്രാം വരുന്ന സ്വർണ്ണമാലയും അകത്തുണ്ടെന്ന് കരുതുന്ന കമ്മലും ഈ ക്ലോസറ്റിലൂടെ എന്തായാലും സെപ്റ്റി ടാങ്കിലേക്കോ അതിന്റെ റൂട്ട് ഏതാണോ അവിടേക്ക് പോയി. ഏകദേശം 1/2 പവനോളം ഉണ്ടായിരുന്നു മാല, അതുപോലെ കമ്മലും ഉണ്ടായിരുന്നു. ഇനി എന്തോ നീ ആ കുഴിയിൽ നിന്ന് എങ്ങനെ എടുക്കണത്? കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി പോലെയുള്ള ഒരു സംവിധാനമാണ്. അവിടുന്ന് ഇതിങ്ങനെ ക്ലോസറ്റ് വഴി ഒഴുക്കി കളഞ്ഞാൽ പിന്നീട് വീണ്ടെടുക്കാൻ അസാധ്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. PG, അപ്പൊ കേസിന് തെളിവില്ലാതെ വന്നു. സംഭവം ഇതാണ്. കള്ളീരെ വയറ് കഴുകാൻ നോക്കി, ഒരു രക്ഷയില്ല. ഇനിമ വെച്ച് കൊടുത്ത്, സാധാരണ പ്രസവത്തിനാണ് ഇനിമ വെക്കണത്, അതിനു മുമ്പ് ഇത് ഇനിമ വെച്ച്, എന്നിട്ടും രക്ഷയില്ല. പോലീസന്മാരെ ഗതികേടെ, അവരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം. ഉഫ്, എങ്ങനെ സഹിച്ച് ഇവൾ 5 ദിവസമൊക്കെ ഇവൾ എങ്ങനെ പിടിച്ചു നിന്ന് അവസാനം നിവർത്തി കെട്ടപ്പം. അതിനിടയിൽ ഇവളെ മകൻ അവിടെ സ്റ്റേഷനിൽ വന്നതായിട്ടൊക്കെ വേറെ ന്യൂസുകളിലൊക്കെ കണ്ടായിരുന്നു. എവക്കൊക്കെ എന്തോ നിൻ്റെ കുഴപ്പമാണ്. എടികളെ, നീയൊക്കെ എവിടെയെങ്കിലും പോയി വല്ല ചായക്കടയിലാണ് പോയി നിന്ന് പാത്രം കഴുകു. ഈ സ്വർണത്തിന് വില കൂടിയപ്പം മോഷണം തന്നെ. വെറുതെ പോണവരായിരുന്നാലും കഴുത്തിലും കാലിലും കിടക്കണ പൊട്ടിക്കണ്, വീടുകളിൽ കയറി മോഷണം. ഇതെന്തിനാ ആളുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കണത്? ഇട്ടുകൊണ്ട് നടക്കാതെ വീടുകളിനകത്ത് വെച്ചിരുന്നാൽ തന്നെ അത് മോഷ്ടിച്ചുകൊണ്ട് പോവേണു ആളുകൾ. അതാ അടുത്ത ഒരു മോഷണമാണ്, അഞ്ചലിൽ നടന്നതാണ്. കൊല്ലം അഞ്ചലിൽ ബസ്സിൽ മോഷണം നടത്തിയ യുവതി പിടിയിൽ. തിരക്കുള്ള ബസ്സുകളിൽ നിന്ന് സ്ഥിരം സ്വർണം മോഷ്ടിക്കുന്ന സബീനയാണ് പിടിയിലായത്. വിവരങ്ങളുമായി ഷമീർ. നേരത്തെ സെമീന, ഇപ്പൊ സബീന. നല്ല പണി തന്നെ. സബീനായെ കാണണ്ടേ? സബീനായെ കാണാം. അങ്ങോട്ട് പോകരുത്. കള്ളി മുഖം മറക്കണടി. നീ എന്തിനടി മുഖം മറക്കണത്? കള്ളി പെരുങ്കള്ളികളെ. സബീനായും സമീനായും സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് മുഖം പൊത്തേന്. അയ്യോ പിടിക്കല്ലേ പിടിക്കല്ലേ, ഞാനൊരു മാനസിക രോഗിയാണ്. എടി കള്ളികളെ, നിനക്കൊക്കെ നിന്ന് പറ്റണ, നീയൊക്കെ മാനസിക രോഗത്തിലാണല്ലടി ചെറ്റകളെ. നീയൊക്കെ പോയി വല്ല പാത്രം തേച്ച് ദിവസം 500 രൂപ കിട്ടുമല്ലടി. നിനക്കൊക്കെ പോയി പാത്രം തേച്ച് കഴിവിയാൽ 500 രൂപ കിട്ടുമല്ലടി. ആളുകളെ ഇത് കട്ടുമോട്ടിച്ച് നടക്കാതെ കുറേ എണ്ണം നടപ്പോണ്ട് ആളുകളെ പറ്റിച്ചുണ്ടാക്കാനായിട്ട്. സബീന മോഷ്ടിക്കുന്ന സമയത്ത് സബീനാക്ക് നാണക്കേടില്ലായിരുന്നു. ബസ്സിൽ വെച്ചാണ് കുട്ടിയുടെ കൊലുസാണ് മോഷ്ടിച്ചത്. അത് തൊണ്ടി മുതൽ കിട്ടിക്കാണും. പിന്നെ അതുപോലെ മറ്റത് കിട്ടിയില്ല, അത് ഒരു തെളിവും ഇല്ലാതെ പോയി, അത് ടോയ്ലറ്റിനകത്ത് പോയി. അപ്പം ഇങ്ങനെയുള്ള കുറേ കള്ളികൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഈ കുട്ടികളെ ബസ്സിലൊക്കെ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴൊക്കെ സ്വർണ്ണം എന്തിനാണ് ഇട്ട് കൊടുക്കണത്? സ്വർണ്ണം ഇട്ട് കൊടുത്തിട്ടല്ലേ ഹോസ്പിറ്റലിൽ പോയാൽ കുട്ടികൾക്ക് സ്വർണ്ണം, ബസ്സിനകത്ത് വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ സ്വർണ്ണം, ബീച്ചിൽ പോവുകയാണെങ്കിൽ സ്വർണ്ണം. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഒരു മുത്തുമാല എടുത്തിട്ട് കൊടുക്കി. എന്തിനാണ് ഇങ്ങനെ ഇട്ട് കൊടുത്ത ആളുകൾ പൊട്ടിച്ചുകൊണ്ട് പോകണം?
അവസാനം സ്വർണം കിട്ടിയില്ല. ടോയ്ലറ്റിൽ പോയതിന് കിട്ടോ ഇല്ല. ഇത് കിട്ടി, ഈ കൊലുസ് കിട്ടി അവളെ സ്റ്റേഷനിൽ വെച്ച്. അവൾക്ക് നാണക്കേട്, അവളൊക്കെ മുഖം പൊത്തണം. സെമീനായും കൊള്ളാം, സബീനായും കൊള്ളാം, രണ്ടും കലക്കിയിട്ടുണ്ട്.